അയ്യപ്പസ്വാമികൾ, നാരായണ ഗുരു, അയ്യങ്കാളി, സഹോദര അയ്യപ്പൻ, ഇതെല്ലാം ബ്രഹ്മാനന്ദ ശിവയോഗി, അങ്ങനെ തുടർന്ന് വന്ന ഒരു തുടർച്ച. ആ തുടർച്ചയിൽ നവോത്ഥാനം ഇവിടെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും കേരളീയ സമൂഹം വളരെ വ്യത്യസ്തമായ ഒരു സമൂഹമായി മാറുകയും ചെയ്തു. ഇത് പ്രഭാകരൻ പറഞ്ഞു. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഗ്രാഫ് താഴോട്ട് പോകുന്നതാണ്. താഴോട്ട് പോകുന്നതെന്ന് വെച്ചാൽ വളരെ മോശമായ തരത്തിൽ താഴോട്ട്. അങ്ങനെ താഴോട്ട് പോകാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന് ലിബറൽ വിപണിയുടെ മേധാവിത്വം, മറ്റൊന്ന് കോർപ്പറേറ്റ് വിപണിയും മതവും തമ്മിലുള്ള വളരെ അഭീതമായ കൂട്ടുകെട്ട്, ജനാധിപത്യത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏകാധിപത്യത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, ഇതിനെല്ലാം കൂടാതെ ഇന്റർനെറ്റ് വന്നതോടെ വന്ന വ്യാപകമായ സമൂഹ മാധ്യമങ്ങൾ, അങ്ങനെ വായന കുറയുന്ന ഒരു സമൂഹം, ചിന്തിക്കുന്നവരെ എണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടം, അതായത് ചിന്തിക്കുന്നവരെയാണല്ലോ പേടി. വലിയ ഒരു സൈന്യത്തെക്കാൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ പേടിയാണെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഇതില് നാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നാരായണ ഗുരു തുടക്കം അദ്വൈതം ആണെങ്കിലും ശങ്കരാചാര്യർ അദ്വൈതം പ്രസംഗിച്ചു, നാരായണ ഗുരു അദ്വൈതം ജീവിച്ചു. അതാണ് ശരിക്കും തമ്മിലുള്ള വ്യത്യാസം. അതിന് മരുത്വാമലയിൽ ഇറങ്ങി വരണ്ട. മരുത്വാമലയുടെ മുകളിൽ കയറിയിരുന്ന് തപസ് ചെയ്തപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഞാൻ തപസ് ചെയ്തതെന്നൊരു ചോദ്യം വരികയും, അത് വേണ്ട എന്ന് വെച്ചിട്ട് സാധാരണ മത്സ്യത്തൊഴിലാളികൾ, സാധാരണ മനുഷ്യരിടയ്ക്ക് വന്ന് അവരുടെ ഒപ്പം താമസിക്കാം നാരായണ. എന്നിട്ട് നമുക്കറിയാം, സ്തോത്രങ്ങൾ എഴുതി, ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകൾ നടത്തി, അങ്ങനെ പ്രതിഷ്ഠകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നേരത്തെ പ്രഭാകരൻ സംഭവം. ഇപ്പം ഗുരുക്കളായിരുന്നു മാപ്പിളാനന്ദൻ്റെ കുഞ്ഞിക്കണ്ണ ഗുരുക്കൾ. ആ കുഞ്ഞിക്കണ്ണ ഗുരുക്കൾക്ക് മാപ്പിളാനന്ദൻ എന്ന പേരിട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് അങ്ങനെ പേരിട്ടത്. ഇപ്പോൾ ആലുവയിൽ നടന്ന സമ്മേളനത്തിൽ നാരായണ ഗുരു ഇരിക്കുമ്പോൾ തന്നെ വാഗ്ഭടാനന്ദൻ ഈ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കെതിരെ അതിശക്തമായി പ്രസംഗിക്കുന്നുണ്ട്. അതിൻ്റെ രേഖകളുണ്ട്. വാഗ്ഭടാനന്ദൻ പ്രസംഗിച്ചത് എവിടുന്നാണത്? വാഗ്ഭടാനന്ദന് എവിടുന്ന് കിട്ടി? ബ്രഹ്മാനന്ദ ശിവയോഗിയിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ പ്രസംഗിച്ചു. പ്രതിഷ്ഠ എന്നുള്ളത് തെറ്റാണ്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അത് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകും, അവിടെ വഴിപാട് വരും, അവിടെ ഭണ്ഡാരപ്പെട്ടി വരും, ഇങ്ങനെയൊക്കെ വന്നിട്ട് അതിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അകന്നു പോകുന്ന വാഗ്ഭടാനന്ദൻ പ്രസംഗിക്കുന്നുണ്ട്. അതിനുശേഷം നാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് പ്രതിഷ്ഠ അത്യാവശ്യമാണ്. അങ്ങനെ അരൂപിയായ ഒരു സത്യത്തെ സങ്കല്പിക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരു കേന്ദ്രീകൃതമായ ആരാധന നടത്താൻ കഴിയുകയുള്ളൂ എന്ന് നാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ പ്രസംഗിച്ചു. അപ്പോൾ സദസ്യർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഗുരുവിൻ്റെ അഭിപ്രായം? അപ്പോൾ ഗുരു പറയുന്നുണ്ട്, പ്രതിഷ്ഠ അനാവശ്യമാണ് എന്ന് വാഗ്ഭടാനന്ദൻ പറഞ്ഞത് ശരിയാണ് വിജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം. പ്രതിഷ്ഠ വേണം എന്ന എൻ്റെ ശിഷ്യൻ പറഞ്ഞതും ശരിയാണ് അജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് നാരായണ ഗുരുവിൻ്റെ മറുപടി. ഇതിൽ ഏത് വകുപ്പാണ് ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്നത്? ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞ വകുപ്പാണ്, അജ്ഞന്മാരാണ്. ഞാൻ ചിറ്റൂരിൽ നിന്ന് കൊല്ലങ്കോട് എത്തുന്നതിനകം 55ഓളം ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഓരോ വിഭാഗത്തിനാണ്. ഒരു ജാതിയിലെ ഉപസെക്ടറുകൾക്ക് വേറെ വേറെ മാന്യമുകളുണ്ട്. അതാണ് നമ്മുടെ സ്ഥിതി. പാലക്കാട് ജില്ലയിലും ഒരുപാട് സ്ഥലത്ത് അങ്ങനെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്ത്. അപ്പോൾ ഈ നാരായണ ഗുരു സാവധാനം എന്ത് ചെയ്തു? പ്രതിഷ്ഠ നിർത്തി. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ ചെന്നവരോട് നാരായണ ഗുരു പറഞ്ഞത്, ആ പൈസ കൊണ്ട് നിങ്ങളൊരു വിദ്യാലയം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ നാരായണ ഗുരുവാണ് സംഘടിപ്പിച്ചത്. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് പറയും. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെ വ്യത്യസ്തത ഉണ്ടാക്കിയില്ല. അങ്ങനെ നാരായണ ഗുരു പ്രതിഷ്ഠ നിർത്തിയതിനു ശേഷം സത്യം, കർമ്മം, ദയ, സ്നേഹം എന്ന 4 വാക്ക് എഴുതിയ ഒരു പലകയാണ് ഗുരുക്കുമ്പഴ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം നമുക്ക് കണ്ണാടി പ്രതിഷ്ഠിച്ചു. തൃശ്ശൂരൊരു ക്ഷേത്രത്തിൽ ഒരു വിളക്കാണ് തിരുനാളം. ആ ക്ഷേത്രത്തിൽ ഒരു വലിയ വായനശാല പ്രവർത്തിക്കുന്നു. ഞാൻ പോയിട്ടുണ്ട് ആ വായനശാല വാർഷികത്തിൽ.
അവർ നാരായണ ഗുരു ചെയ്തത് ഈ സാമാന്യ ജനസമൂഹത്തെ പടിയായിട്ട് ഒരു മതേതര ആത്മീയതയിലേക്ക് എത്തിക്കാനുള്ള സാവധാനമുള്ള ഒരു ശ്രമമാണ്, എവല്യൂഷനാണ്, ഒരു പരിണാമം. അതേ സമയത്ത് ബ്രഹ്മാനന്ദ ശിവയോഗി അങ്ങനെ പരിണാമത്തിൽ നാരായണ ഗുരു എത്തിയിടത്തേക്ക് നേരിട്ട് എത്തുകയും ചെയ്തു. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ അനുയായികൾ പറയും അങ്ങനെയാണ് സംഭവിച്ചത്. അനുയായികൾ പ്രതിഷ്ഠ വേണ്ട, വിഗ്രഹം വേണ്ട, മതം വേണ്ട, ജാതി വേണ്ട, അതിശക്തമായിട്ട് ജാതിക്കെതിരെ പോരാടുകയാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ. സംസ്കൃതത്തിലെ മഹാപണ്ഡിതനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. പക്ഷെ അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചത് വളരെ ലളിതമായ പച്ച മലയാളത്തിലാണ്. അങ്ങനെ ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കാം. ഇപ്പൊ എന്തുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ സയന്റിഫിക് ടെമ്പർ? ആ സയന്റിഫിക് ടെമ്പറെ നമ്മൾ അന്വേഷിക്കുന്നു. നമ്മുടെ ആശയങ്ങളെ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളെ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നെഹ്റു പറഞ്ഞ സയന്റിഫിക് ടെമ്പറാണ്. ആ സയന്റിഫിക് ടെമ്പർ ഇല്ല, കുറഞ്ഞു വരുന്നു, വളരെ കുറഞ്ഞു വരുന്നു. നമുക്കറിയാം